അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ സത്യവിശ്വാസികളായ മുഅ്മിനീത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ എത്തുകൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കളും ഉലമാക്കളും മുഅ്മിനീങ്ങളും ശുഹദാക്കളും ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണമല്ലോ. നമുക്കറിയാം, വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വെള്ളം കിട്ടാതെ കിണറുകൾ വറ്റുന്നു, തോടുകൾ വറ്റുന്നു, പക്ഷികൾക്ക് വെള്ളം കിട്ടാതാകുന്നു, മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാതാകുന്നു, മനുഷ്യർക്ക് വെള്ളം കിട്ടാതാകുന്നു. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ചൂടിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ട്, ചില ആളുകൾക്ക് പൊള്ളലേറ്റുകൊണ്ട് ചൂട് വളരെ കാഠിന്യം കൂടി വരികയാണ്. പടച്ച റബ്ബ് പല പ്രയാസങ്ങൾ നമുക്ക് തരും, പല ബുദ്ധിമുട്ടുകൾ പടച്ചോൻ നമുക്ക് തരും. എന്തിനാണെന്ന് വെച്ചാൽ പടച്ചോനൊന്ന് ഓർക്കാൻ വേണ്ടിയാണ്. പടച്ചോനെന്ന് ഓർക്കാൻ വേണ്ടിയാണ് പടച്ചോൻ നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലമേ ഉള്ളൂ. അത് ഇന്നോ നാളെയായിട്ട് നമ്മിൽ നിന്ന് തീർന്നു പോകും. പക്ഷേ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഇപ്പം നമുക്കറിയാം, കാലഘട്ടം വളരെ മോശപ്പെട്ട കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യേണ്ട മഴ പല പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി പെയ്യുന്നു. തെറ്റുകൾ വർദ്ധിക്കുന്ന സ്ഥലത്ത് മഴ വർഷിക്കൂല, തെറ്റുകൾ കൂടുന്ന സ്ഥലത്ത് മഴ വർഷിക്കൂല. അത് ആളില്ലാത്ത പ്രദേശങ്ങളിൽ പോയി ആ മഴ വർഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് പടച്ചവനിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട്, പടച്ചവനോടല്ലാതെ വേറെ ആരോടും നമുക്ക് പറയാൻ കഴിയില്ല, പടച്ചവനിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പടച്ചവനിലേക്ക് ഖേദിച്ച് തൗബ ചെയ്തുകൊണ്ട് പടച്ചവനോട് പറയാൻ നമുക്ക് എല്ലാവർക്കും, അല്ലാഹുവേ നീ മഴ വർഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ മഴ വർഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മൃഗങ്ങൾക്കും അതേപോലെ സസ്യങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാവർക്കും